ഗുഡ് ആഫ്റ്റർനൂൺ. കേരള സിലബസിൻ്റെ 8th സ്റ്റാൻഡേർഡിലെ പാർട്ട് 2 ബേസിക് സയൻസ് ടെസ്റ്റിലെ 12th ചാപ്റ്ററായ വൈ ക്ലാസിഫിക്കേഷൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് തുടരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാക്സോണമി എന്താണെന്നും കീ ഓഫ് ടാക്സോണമി എന്താണെന്നും സയൻറ്റിസ്റ്റുകളെയും കാൾ ലിനസിൻ്റെ ഓർഡർ ക്ലാസിഫിക്കേഷനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ തുടങ്ങാം. According to biological definition, species is a group of organisms that can produce fertile offspring through sexual reproduction. ബയോളജിക്കൽ ഡെഫിനിഷൻ അനുസരിച്ച് സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഓസ്പ്രിങ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ് സ്പീഷീസിനുണ്ട്. സ്പീഷീസ് ഈസ് ദ ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. സ്പീഷീസ് ആണ് ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നറിയപ്പെടുന്നത്. ഓർഗാനിസംസ് ഓഫ് സ്പീഷീസ് ഷെയർ മാക്സിമം സിമിലാരിറ്റി ഓഫ് ഫീച്ചേഴ്സ്. സ്പീഷീസിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസ് മാക്സിമം സിമിലാരിറ്റി ഫീച്ചേഴ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഓർഗാനിസംസ് ഓഫ് സിമിലർ സ്പീഷീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ജനസ്. സിമിലർ സ്പീഷീസ് ഉള്ള ഓർഗാനിസം ഒരു ജീനസിലാണ് വരിക. സിമിലർ ജീനസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫാമിലി ആൻഡ് ഫാമിലി ജോയിൻ ടു ഫോം ദ ഓർഡർ. അതുപോലെ തന്നെ സിമിലർ ജീനസിലുള്ളവർ, സിമിലർ ജനസ് അതായത് ഒരുപോലെയുള്ള ജീനുകളുള്ളവർ ഫാമിലിയിലും ആ ഫാമിലി കൂട്ടത്തോടെ ചേർന്ന് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഒരുമിപ്പിച്ച് അത് ഓർഡർ ആവുകയുമാണ് ചെയ്യുന്നത്. വേരിയസ് ഓർഡേഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ക്ലാസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ വേരിയസ് ഒട്ടുമിക്ക ഓർഡേഴ്സും then എന്താ ചെയ്യുക, ക്ലാസ് ആവുകയാണ് ചെയ്യുക. റിലേറ്റഡ് ക്ലാസ്സസ് ജോയിൻ ടു ഫോം ഫൈലം. ആ ക്ലാസ്സുകൾ എന്ത് ചെയ്തു, ജോയിൻ ചെയ്ത് ഫൈലമായി മാറുന്നു. ഓൾ ഫൈല കൺസ്റ്റിറ്റ്യൂട്ട് ദ കിങ്ഡം. ഓൾ ഫൈല കിങ്ഡം ആവും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഷ്യസ്, അതുപോലെ തന്നെ ജീനസ്, ഫാമിലി, ഓർഡർ, ഫൈല, കിങ്ഡം, അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ. അതാണ് ഇവരിവിടെ പറയുന്നത്. ഇനി നമുക്ക് താഴത്ത് കൊടുത്തിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻ ശ്രദ്ധിച്ചു നോക്കാം. ഇല്ലുസ്ട്രേഷനിൽ നോക്കൂ, എല്ലാവിധ ജീവികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ കിങ്ഡം അനിമേലിയ, ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ആനിമൽസ്. അതിൽ ഏതൊക്കെയാണുള്ളത്? ലയൺ, ബേർഡ്സ്, ഹൗസ് ഫ്ലൈ, റാബിറ്റ്, ബെയർ, ലെപ്പാർഡ്, ക്യാറ്റ്, ബട്ടർഫ്ലൈ, വൈൽഡ് ക്യാറ്റ്. അതുപോലെ തന്നെ ഫൈലം കോർഡേറ്റ, രണ്ടാമത്തെ കോളം നോക്കും, ഇൻക്ലൂഡ്സ് വെർട്ടബ്രേറ്റ്സ് ഓൺലി, അതായത് നട്ടലിലുള്ളവ മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ഒഴിവായത്? ബട്ടർഫ്ലൈയും ഹൗസ് ഫ്ലൈയും അതിൽ നിന്ന് ഒഴിവായി. ബാക്കി എല്ലാ മൃഗങ്ങളും അതിലുണ്ട്. ദെൻ കോളം 3ലേക്ക് വരുമ്പോൾ ക്ലാസ് മമേലിയ ഇൻക്ലൂഡ്സ് ദ വെർട്ടബ്രേറ്റ്സ് ദാറ്റ് ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. ക്ലാസ് മമേലിയയിലേക്ക് വരുമ്പോഴത്തേക്കും വെർട്ടബ്രേറ്റ്സ് ആണുള്ളത്, എന്നാൽ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്ന മമേലിയ ഗണത്തിൽപ്പെട്ട ജീവികളാണ് അതിലുള്ളത്. നോക്കൂ അതിലേതൊക്കെയാണുള്ളതെന്ന്. ഇനി ഓർഡർ കാർണിവോറ, നാലാമത്തെ കോളത്തിൽ നോക്കുമ്പോഴത്തേക്കും എന്താണ് കാണപ്പെടുന്നത്? പിന്നെയും അവിടുന്ന് ജീവികൾ മാറിയിട്ടുണ്ട്. മാമൽസ് ദാറ്റ് ഹാവ് ടീത്ത് ടു ടിയർ ഓഫ് ഫ്ലഷ്, അതായത് മാംസാഹാരം കടിച്ചു മുറിച്ച് കഴിക്കാൻ ശേഷിയുള്ളവരാണ് ഓർഡർ കാർണിവോറയിൽ വരുന്നത്. ശേഷം അഞ്ചാമത്തേലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഫാമിലി ഫെലിഡേ, those with withdrawable claws along with the features of the order Carnivora. Withdrawable claws എന്ന് പറഞ്ഞാൽ കൈ മടങ്ങുന്ന തരത്തിലുള്ള പത്തിയുള്ള ജീവികളെ ഫാമിലി ഫെലിഡേയിലാണ് കാണപ്പെടുന്നത്. അവ എന്തായിരിക്കാം? ഓർഡർ കാർണിവോറ ഉള്ള ജീവികളാണ്. ഇനി നമ്മൾ ജീനസ് ഫെലിസ്, അടുത്ത ബോക്സ് നോക്കൂ, ഷോസ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി ഫെലിഡേ. ഫെലിസിലുള്ളവർ എന്താണ്? ഫാമിലി ഫെലിഡേയിലുള്ളവരുടെ ഫീച്ചേഴ്സാണ് കാണുന്നത്. സ്മോൾ സൈസ്ഡ് ബോഡി, ചെറിയ ബോഡി ആയിരിക്കും. നോ റോറിങ് സൗണ്ട്, റോഡിങ് മുറുമുറുപ്പായിട്ടുള്ള സൗണ്ടുകൾ ഒന്നും തന്നെ കേൾപ്പിക്കില്ല. അതിൽ ഏതൊക്കെ ജീവികളാണ് വന്നിട്ടുള്ളത്? വൈൽഡ് ക്യാറ്റും ഡൊമസ്റ്റിക് ക്യാറ്റും. ഇനി സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ് എലോങ് വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ജനസ് ഫെലിസ്. ജീനസ് ഫെലിസിനകത്തുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും സ്പീഷ്യസ് ഡൊമസ്റ്റിക്കിലുള്ള ജീവികൾക്കുണ്ടായിരിക്കുക. ഷോസ് യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് ക്യാറ്റ്. അപ്പോൾ എന്താണ് അതിൽ ക്യാറ്റിൽ കൊടുത്തിരിക്കുന്നത്? ഡൊമസ്റ്റിക് ക്യാറ്റിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് ആയിരിക്കും അതിൽ കാണിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിങ്ഡത്തിലും ഫൈലത്തിലും ക്ലാസ്സിലും ഓർഡറിലും ഫാമിലിയിലും ജനസിലും ഏകദേശം ഒരേപോലെ ഫീച്ചേഴ്സ് വരുന്ന ജീവികളായിരിക്കും പിന്തുടർന്ന് സ്പീഷ്യസിലേക്ക് പോകുന്നത്. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് വായിച്ചു നോക്കൂ. വിച്ച് ആർ ദ ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം അനിമേലിയ? ഏതൊക്കെ ഓർഗാനിസംസ് ആണ് കിങ്ഡം അനിമേലിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങൾ. എൻ്റെ കൂടെ പറയൂ. ലയൺ, ബെയർ, ലെപ്പർഡ്, ക്യാറ്റ്, വൈൽഡ് ക്യാറ്റ്, ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ, റാബിറ്റ്, ബേർഡ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓർഗാനിസംസ് ആർ എക്സ്ക്ലൂഡഡ് അറ്റ് ഈച്ച് കോൺസിക്യൂട്ടീവ് ലെവൽസ്? ഏതൊക്കെ ഓർഗാനിസംസ് ആണ് ഈച്ച് കോൺസിക്യൂട്ടീവ് ലെവൽസിൽ വരുമ്പോഴത്തേക്കും എക്സ്ക്ലൂഡഡ് ആവുന്നത്, മീൻസ് ഒഴിവാക്കപ്പെടുന്നത്? അതിന് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ അറ്റ് വാട്ട് ലെവൽസ് ഓഫ് ദിസ് ഇല്ലുസ്ട്രേഷൻ ക്യാൻ ഹ്യൂമൻസ് ബി ഇൻക്ലൂഡഡ്? ഏത് ലെവലായിരിക്കും ഹ്യൂമൻസ് ഇൻക്ലൂഡഡ് ആവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉചിതമായ ആൻസർ നൽകുക. ഇനി കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് ഐഡൻറ്റിഫൈങ് ദ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാറ്റ്. കാറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഫസ്റ്റ് കിങ്ഡം എന്ന് പറയുമ്പോൾ കാറ്റ് ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? മുകളിലേക്ക് നോക്കൂ. കിങ്ഡം എന്ന് പറയുമ്പോൾ കാറ്റ് വരുന്നത് കിങ്ഡം അനിമേലിയാണ്. അതുപോലെ തന്നെ കാറ്റിൻ്റെ ഫൈലം എന്ന് പറയുന്നത് കോർഡേറ്റിയും, ക്ലാസ് എന്ന് പറയുന്നത് മമേലിയയും, ഓർഡർ എന്ന് പറയുന്നത് കാർണിവോറയും, ഫാമിലി എന്ന് പറയുന്നത് ഫെലിഡേയും, ജീനസ് എന്ന് പറയുന്നത് ഫെലിസും, സ്പീഷ്യസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കസ്. അപ്പോൾ കാറ്റിൻ്റെ ഫുൾ ആയിട്ടുള്ള ടാക്സോണമി എന്താ വരിക? അനിമേലിയ, കോർഡേറ്റ, മമേലിയ, കാർണിവോറ, ഫെലിഡേ, ഫെലിസ്, ഡൊമസ്റ്റിക്കസ്. ഇതാണ് കാറ്റിൻ്റെ. ഇത് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാറ്റിൻ്റെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ടാക്സോണമി ഓർഡർ ബൈ കാൾ ലിനസ്, അതും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതായത് കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജനസ്, സ്പീഷ്യസ്. ഇങ്ങനെ ഓർഡറിൽ ത്രൂ അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇങ്ങനെയും ഡിസെൻഡിങ് ആണെങ്കിൽ തിരിച്ചും വേണം പഠിച്ചു വയ്ക്കാൻ. അതിൻ്റെ സൈഡിൽ കണ്ടോ ഹോർത്തൂസ് മലബാറിക്കോസ്. ഹോർത്തൂസ് മലബാറിക്കോസ് എന്ന് പറയുന്നത് ഗാർഡൻ ഓഫ് മലബാർ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഇനി അതിൻ്റെ താഴേക്ക് നോക്കൂ. ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് പ്ലാന്റ്സ്. Linus also classified plants by including them in various levels of species to kingdom. ലിനസ് ഓർഗാനിസിനെ മാത്രമല്ല പ്ലാന്റ്സിനെയും അതിൻ്റെ ടാക്സോണമി അനുസരിച്ച് അതിനെ വേരിയസ് ലെവലിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്പീഷ്യസിൽ നിന്ന് കിങ്ഡം വരെ. ത്രൂ റിവൈസ്ഡ് ഇൻ കോഴ്സ് ഓഫ് ടൈം ദർ ആർ സ്റ്റിൽ യൂസ്ഡ് ദ ബേസിക് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ബേസിക് ലെവലാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. രണ്ട് പിക്ചറാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ആദ്യത്തേത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തെങ്ങാണെന്ന്. രണ്ടാമത്തത് എന്താണ്? അതെ, ഒരു മാവാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചറിലേക്ക് വരൂ. ആ തെങ്ങിൻ്റെ കിങ്ഡം ഏതാണ്? പ്ലാന്റേ. ഫൈലം ആൻജിയോ സ്പെർമോഫൈറ്റ. ക്ലാസ് മോണോകോട്ടിലിഡോണേ. സീരീസ് കാൽസിനേ. ഫാമിലി അഴേക്കാസേ. ജനസ് കൊക്കോസ്. സ്പീഷ്യസ് ന്യൂസിഫെറ. അതാണ് തെങ്ങിൻ്റെ ഗണത്തിൽപ്പെടുന്ന ടാക്സോണമി. ഇനി മാവ് നമുക്ക് നോക്കാം. കിങ്ഡം പ്ലാന്റേ. ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ. ക്ലാസ് ഡൈക്കോട്ടിലിഡോണേ. സീരീസ് സാപ്പിൻഡേൽസ്. ഫാമിലി അനാകാർഡിയസേ. ജീനസ് മാഞ്ചിഫെറ. സ്പീഷ്യസ് ഇൻഡിക്ക. ഇനിയും ഇതുപോലത്തുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി കുറച്ച് ഡൈവേഴ്സിറ്റി ഇമേജസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ഓർഗാനിസംസും പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് നെയിംസും അതിനെ ഓൾറെഡി വിളിക്കുന്ന പേരുകളുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചർ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു തരത്തിലുള്ള പക്ഷിയാണ്. അതിൻ്റെ പേര് ഉപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. വേറെയും പേരുണ്ട് അതിന്. ചെമ്പോത്ത് ചകോരം എന്നും അറിയപ്പെടുന്നു. രണ്ടാമത് നോക്കൂ, ഒരു ടൈപ്പ് സർക്കിൾ മോഡലുള്ള ഒരു ടൈപ്പ് ഇലയാണ്. അതിനെ വട്ട, പൊടുക്കന്നി, ഉപ്പുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ താഴത്തോട്ട് വരികയാണെങ്കിൽ കാണാൻ കഴിയുന്നുണ്ട് ഒരു ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. കപ്പങ്ങ എന്ന് പറയും. പപ്പായ, കപ്ലങ്ങ, കറുമൂസ, ഓമയ്ക്ക എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ദെൻ സൈഡിൽ കണ്ടോ ഇത്തിരി ഭയപ്പെടുത്തുന്ന രീതിയിൽ പഴുതാര എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിന് വേറെയും പേരുണ്ട്. കനിങ്കണ്ണി, കൽക്കുന്നൻ, ചെതുമ്പൂരം എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. കണ്ടോ അതിൻ്റെ ഡെഫിനിഷൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഇഫ് ആൻ ഓർഗാനിസം ഹാസ് സോ മെനി നെയിംസ് ഇൻ സിംഗിൾ ലാംഗ്വേജ്. ഇപ്പം മലയാളത്തിൽ തന്നെയല്ല ഇതിന് നമ്മൾ പല പേരും പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് വിൽ ബി ദ ഡൈവേഴ്സിറ്റി വെൻ ദർ നെയിംസ് ഇൻ അതർ ലാംഗ്വേജസ് ആർ ഓൾസോ കൺസിഡേർഡ്. വേറെ ലാംഗ്വേജസിലും ഇതിൻ്റെയൊക്കെ പേര് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം ഉണ്ടാകും. ഈസ് ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് നെയിംസ് ആർ ഹിൻഡ്രൻസ് ടു ദ സ്റ്റഡി. അതൊക്കെയാണ് നമ്മുടെ സ്റ്റഡിയിലേക്ക് അതിനെ ഹിൻഡ്രൻസിൽ കൊണ്ടുവന്നത്.
അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഓരോ ജീവജാലത്തിൻ്റെയും ഓരോ ഓർഗാനിസത്തിൻ്റെയും പേരിൽ വന്നതിനനുസരിച്ചാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന സംവിധാനം കൊണ്ടുവന്നത്. ഇനി ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് നോക്കാം. ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ടു സോൾവ് ദ ഡിഫിക്കൽട്ടീസ് അറൈസിംഗ് ഔട്ട് ഓഫ് ആൻ ഓർഗാനിസം ബീങ് നോൺ ബൈ വേരിയസ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് റീജിയൻസ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തത് എന്തിനാണ്? ടു സോൾവ് ഡിഫിക്കൽട്ടീസ് അറൈസിങ് ഔട്ട് ദ ഓർഗാനിസം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗാനിസത്തിന് പല പേരുണ്ടല്ലോ, അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കാം. ഡിഫറെൻറ്റ് ലാംഗ്വേജിലാണെങ്കിൽ അത് കൂടാം. അതിനെ നികത്താൻ അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന സംവിധാനം കൊണ്ടുവന്നത്. ദിസ് ഈസ് കോമൺലി അക്സെപ്റ്റഡ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ്. ഇത് കോമൺലി അക്സെപ്റ്റഡ് ആണ്. എല്ലാവിധ സംവിധാനങ്ങളും ഉൾക്കൊണ്ട് എല്ലാം അംഗീകരിച്ച ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. Binomial nomenclature is the scientific method of naming by joining two words. രണ്ട് വേർഡുകൾ തമ്മിൽ ജോയിൻ ചെയ്ത ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇറ്റ് വാസ് കാൾ ലിനസ് ഹു പ്രൊപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാൾ ലിനസ് തന്നെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്തത്. ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ സയൻറ്റിഫിക് നെയിം ഇൻഡിക്കേറ്റ്സ് ദ ജീനസ് ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഷീസ്. ആ സയൻറ്റിഫിക് നെയിമിൻ്റെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ആ ഓർഗാനിസം ഒരു പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ജീനസ് നെയിമും രണ്ടാമത്തെ വേർഡ് അതിൻ്റെ സ്പീഷ്യസ് നെയിമും ആയിരിക്കും. ബൈ ദിസ് മെത്തേഡ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ആൻ ഓർഗാനിസം ഈസ് ദ സെയിം ഓൾ ഓവർ ദ വേൾഡ്. ഈ സയൻറ്റിഫിക് നെയിം എല്ലായിടത്തും എല്ലാ പ്രദേശത്തും എല്ലാ രാജ്യത്തും ഓൾ ഓവർ ദ വേൾഡിൽ സെയിം ആയിരിക്കും. ഒരു മാറ്റവും ഇതിനില്ല. അക്കോർഡിംഗ് ടു ദിസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് ഹോമോ സാപ്പിയൻസ്. നമ്മളെയൊക്കെ സയൻറ്റിഫിക് നെയിമിൽ പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ്. എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോക്കനട്ട് ട്രീയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയാമോ? ജീനസും സ്പീഷ്യസും കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. കോക്കോസ് ന്യൂസിഫെറ. ഇനി മാംഗോ ട്രീയുടെ ഒന്ന് പറയാമോ? മാഞ്ചിഫെറ ഇൻഡിക്ക. ഈ എക്സസൈസിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ഗീവൻ ബിലോ അപ്രോപ്രിയേറ്റ്ലി. ഇതിൽ വേരിയസ് ഓർഗാനിസത്തിൻ്റെ നെയിം തന്നിട്ടുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എലിഫൻറ്റ്, പീകോക്ക്, ഡോഗ്, ഹിബിസ്കസ്, നീം, പാഡി. ഇതിൻ്റെയൊക്കെ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ഞാൻ സയൻറ്റിഫിക് നെയിം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾ നോക്കിയാൽ മതിയാവും. താഴത്ത് കണ്ടില്ലേ, കണിക്കൊന്നയുടെയും അതുപോലെ തന്നെ ക്രോവിൻ്റെയും കൗവിൻ്റെയും സയൻറ്റിഫിക് നെയിം തന്നിട്ടുണ്ട്, അതും പഠിക്കുക. നെക്സ്റ്റ്, towards more precision. According to the two kingdom classification that was prevalent earlier, organisms were classified under two large categories, namely kingdom Plantae and kingdom Animalia. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രിവേലൻ്റ് ആയി ഏർലിയറിൽ വന്നതിന് ശേഷം ഓർഗാനിസത്തിനെ രണ്ട് കാറ്റഗറീസിൻ്റെ അണ്ടറിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേത് കിങ്ഡം പ്ലാന്റേ, അത് പറയുമ്പോൾ തന്നെ അറിയാം പ്ലാന്റ്സിന് വേണ്ടിയിട്ടും കിങ്ഡം അനിമേലിയ ആനിമൽസിന് വേണ്ടിയിട്ടുമാണ്. In the light of knowledge gained later on the diversity of species, an American botanist, Robert H. Whittaker, classified organism into 5 kingdoms. അതിനുശേഷം കുറച്ചും കൂടെ അറിവ് ലഭിച്ചതിന് ശേഷം ഒരു അമേരിക്കൻ ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് എച്ച് വിറ്റക്കർ എന്ന് പറയുന്ന അദ്ദേഹം ആ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനെ ലേറ്റർലി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൂ പ്രൊപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് റോബർട്ട് എച്ച് വിറ്റാക്കർ എന്നാണ്. നമുക്ക് ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നോക്കാം. ആദ്യം തന്നെ കിങ്ഡത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? മൊണേറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റി, അനിമേലിയ. ഇനി സം ഓർഗാനിസം ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം. ഈച്ച് ഓർഗാനിസം ഏതൊക്കെ കിങ്ഡത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നും കാണിക്കുന്നു. പിന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് കിങ്ഡം മൊണേറ നമുക്ക് നോക്കാം. ബാക്ടീരിയ ആണ് മൊണേറയിൽ വരുന്നത്. അതെന്താണ്? യൂണിസെല്ലുലർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്. നമുക്കറിയാം ബാക്ടീരിയ എന്താണ്? ഏകകോശ ജീവിയാണ്, അതിന് ന്യൂക്ലിയസ് ഇല്ല. അപ്പം ഇറ്റ് ഈസ് യൂണിസെല്ലുലർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്. 2 പ്രോട്ടിസ്റ്റ. പ്രോട്ടിസ്റ്റയിൽ ഏതാണ് വരുന്നത്? അമീബയാണ് വരുന്നത്. അത് നമുക്കറിയാം യൂണിസെല്ലുലർ ഓർഗാനിസം ആണ്, പക്ഷേ അതിന് ന്യൂക്ലിയസ് ഉണ്ട്. യൂണിസെല്ലുലർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ്. ഇനി മൂന്നാമത്തത് നോക്കൂ, ഫംജൈ, മഷ്റൂംസ്. നോൺ മൊട്ടൈൽ ആണ്, അനങ്ങാൻ കഴിയാത്തവയാണ്. ഹെട്രോട്രോഫിക് യൂണിസെല്ലുലർ ആണ്, മൾട്ടി സെല്ലുലർ ഓർഗാനിസവുമാണ്. ഏകകോശവുമുണ്ട് ബഹുകോശവുമുണ്ട്.
ഇനി പ്ലാന്റയിലേക്ക് വരൂ. പ്ലാന്റ്സ് ആണ്. ഓട്ടോട്രോപ്പിക് ആണ്. മൾട്ടി സെല്ലുലാർ നോൺ മോട്ടൈൽ ഓർഗാനിസംസ് ആണ്. അനിമേലിയ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ആനിമൽസ് ആയിരിക്കുമെന്ന്. എന്താണ്? ഹെട്രോട്രോഫിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ആയിരിക്കും. ദാറ്റ് ഹാവ് ദ കപ്പാസിറ്റി ഓഫ് ലോക്കോമോഷൻ. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ ചലിക്കാനുള്ള കഴിവ്, എബിലിറ്റി ടു മൂവ്മെൻറ്റിനാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിൾ നല്ല വൃത്തിക്ക് പഠിച്ചോളുക. എക്സാമിന് ഓരോന്നും ഇടവിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം മൊണീറ തന്നിട്ട് ബാക്ടീരിയയുടെ ബ്ലാങ്ക് ചെയ്തിട്ട് ഇപ്പുറത്തെ ഓപ്ഷൻ തരാം. അതുപോലെ തന്നെ പ്ലാന്റ് തന്നിട്ട് പെക്യുലാരിറ്റി തന്നിട്ട് ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കുക. അതുകൊണ്ട് ഈ ബോക്സ് വൃത്തിയിൽ പഠിച്ചതിന് ശേഷം എക്സാമിന് പോകുക. നെക്സ്റ്റ്, മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി. In the past, knowledge of the peculiarities of microorganisms like bacteria was limited. Later, it was found out that archaebacteria belonging to the kingdom Monera are different from other bacteria in cell structure and physiological functions. മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയയുടെ കണക്കിൽ വരുമ്പോഴത്തേക്കും നോളജും വലുതായതോടെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് കിങ്ഡം മൊണീറയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് തിരിച്ചറിയുകയും അതിന് വേറെ സെൽ സ്ട്രക്ചറും സൈക്കോളജിക്കൽ ഫംഗ്ഷനുമാണെന്ന് പിന്നീട് കണ്ടെത്തി. ദെൻ കിങ്ഡം മൊണീറ വാസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2 കിങ്ഡംസ്. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉണ്ടായിരുന്ന കിങ്ഡം മൊണീറ, അതായത് ബാക്ടീരിയയുടെ കിങ്ഡം, ഫർദർ ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തു. ആർക്കി ആൻഡ് ബാക്ടീരിയ എന്നാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബിസൈഡ്സ് ദിസ്, വൺ മോർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ നെയിംഡ് ഡൊമൈൻ വാസ് ആഡഡ് എബവ് ദ കിങ്ഡം. ഇറ്റ് വാസ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് കാൾ വോസ് ഹു പ്രൊപ്പോസ് ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അങ്ങനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് കാൾ വോസ് ആണ്. ഹു പ്രൊപ്പോസ് ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൾ വോസ് എന്നാണ് അതിൻ്റെ ഉത്തരം. Analyze the illustration given below with the help of the indicators. Domain Archaea, Kingdom Archaea, Domain Eukarya, Kingdom Protista, Kingdom Fungi, Kingdom Plantae, Kingdom Animalia. Bacteria, Domain, Kingdom Bacteria ആണ് വരുന്നത്. കണ്ടില്ലേ? ഈ ഇല്ലുസ്ട്രേഷനും നന്നായി നോക്കിയതിന് ശേഷം മാത്രം പോകുക. ആർക്കിയ ബാക്ടീരിയ കിങ്ഡം ആർക്കിയയിലാണ്, ഡൊമൈൻ ആർക്കി. അതുപോലെ തന്നെ കിങ്ഡം ബാക്ടീരിയയുടെ ഡൊമൈൻ ബാക്ടീരിയ തന്നെയാണ് വരുന്നത്. അതുപോലെ യൂക്കാരിയയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് യൂക്കാരിയ തന്നെയാണ്. അതിൽ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമേലിയ വരും. ഇതിൻ്റെയൊക്കെ ഡൊമൈൻ യൂക്കാരിയാണ് വരുന്നത്. Indicators. Limitations of 2 kingdom classification. 2 kingdom classification limitations എന്താണെന്നും possibility of 5 kingdom classification എന്താണെന്നും circumstance that led to formulation of 6 kingdom classification എന്താണെന്നും പറഞ്ഞിരിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഈ ലിമിറ്റേഷൻസ് അഥവാ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസറായി വരുന്നത്. Find out various levels of classification of human beings based on the 6 kingdom classification and complete the table suitably. ഹ്യൂമൻസിൻ്റെ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടേബിൾ നിങ്ങൾ വൃത്തിയായി പൂരിപ്പിച്ചതിന് ശേഷം പഠിച്ചതിന് ശേഷം മാത്രം പോവുക. ഒരു കേസ് സ്റ്റഡി കണ്ടോ? ഇബോള. Casting death, New Delhi. The world under the threat of Ebola. According to WHO reports, a total of 9,208 have died of Ebola. The illness is caused by Ebola virus. Why is it difficult to control diseases like Ebola? ഇത്രയ്ക്ക് പാടാണോ ഇബോള എന്ന് പറയുന്ന ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്? അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. Catch me if you can. Acellular. With only protein coat on the genetic material, I am a pathogen, causative organism of many dreaded diseases. I can be destroyed easily. I can only live inside the leaf cell. I am inactive outside the cell. When I enter the host cell, I multiply using the materials here. I multiply rapidly and destroy that cell. Then I enter new cells. Our world is world full of mysteries. HIV വൈറസിനെ കുറിച്ചാണ് ഈ പറയുന്നത്, അതായത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അത് ഒരു പാത്തോജനാണ്, കോസ്റ്റീവ് ഓർഗാനിസം ഓഫ് മെനി ഡ്രെഡ് ഡിസീസസ് ആണ്. കുറേ ഡിസീസസ് ഈ HIV കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്താണ്? ലീവ് സെൽ, അതായത് ഹ്യൂമൻ ലീവ് സെല്ലിൽ അകപ്പെട്ടതിന് ശേഷം
ഓരോ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങും. ഓരോ ഇമ്മ്യൂൺ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിച്ച് നമുക്ക് ഓരോ അസുഖങ്ങളാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യും, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സെൽസിനെ നശിപ്പിക്കുന്നു. What are the peculiarities of virus? Can virus be included in any of the classification methods we have discussed earlier? വൈറസിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ഒരു പഠനം നിങ്ങൾ നടത്തണം. How do we ensure that the organism mentioned in such reports have been identified? New variety of butterfly identified in Western Ghats, Kottayam. With the discovery of a new kind of butterfly, the importance of Western Ghats in matters of biodiversity has been once again emphasized. It is a group of scholars from Delhi University that identified the new variety of butterfly. These butterflies inhabit the dense forest in the Western Ghats. വെസ്റ്റേൺ ഗട്ട്സിൽ ഒരു ന്യൂ വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈനെ കണ്ടെത്തിയതിനെ തുടർന്നുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് അല്ലെങ്കിൽ കേസ് സ്റ്റഡിയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. How do we ensure that the organism mentioned in such reports have never been identified? Based on the given indicators, discuss and write down the inference in your science diary. Observation of peculiarities. ആ ബട്ടർഫ്ലൈനെ നിരീക്ഷിച്ചതിന് ശേഷം അതിൻ്റെ ഒബ്സർവേഷൻ പെക്യുലാരിറ്റീസ് രേഖപ്പെടുത്തുക. വെരിഫിക്കേഷൻ ഓഫ് ഡീറ്റെയിൽസ്. യൂസ് ഓഫ് ടാക്സോണമി കീ. ടാക്സോണമി കീ നമ്മൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പെക്യുലാരിറ്റീസ് ഫങ്ഷൻസ് എഴുതുക. സയൻറ്റിഫിക് നെയിം. ബട്ടർഫ്ലൈസിൻ്റെ സയൻറ്റിഫിക് നെയിമിംഗ് നോക്കി അതിന് പേര് കൊടുക്കുക. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് തിരിച്ചറിയുക. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഒന്നുകൂടെ പറയുകയാണ്. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സോണമി. പ്രിപ്പയർ നോട്ട്സ് ഓൺ സയൻറ്റിസ്റ്റ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫീൽഡ് ഓഫ് ടാക്സോണമി. നമ്മൾ പഠിച്ച ആ 5 സയൻറ്റിസ്റ്റിൻ്റെയും കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് പഠിച്ചിരിക്കണം. ലിസ്റ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഓർഗാനിസം ബൈ ഐഡൻറ്റിഫൈ ദ റിലവൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓരോ ഓർഗാനിസിൻ്റെ പെക്യുലാരിറ്റി അനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതി പഠിച്ചിരിക്കണം. Explain the relevance of naming organism according to the binomial nomenclature. Binomial nomenclature അനുസരിച്ച് ഓരോ ഓർഗാനിസത്തിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഐഡൻറ്റിഫൈ, ലിസ്റ്റ് ആൻഡ് എക്സിബിറ്റ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഫെമിലിയർ ഓർഗാനിസം. ഫെമിലിയർ ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. Compare and explain modern trends in taxonomy and various methods of classification. Modern terms നമ്മൾ പഠിച്ചു. 2 കിങ്ഡമായി, 5 കിങ്ഡമായി, then അത് 6 ആയി. അതിനെ പറ്റി നമ്മൾ പഠിക്കണം. പിന്നെ ലിസ്റ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് വൈറസ്. വൈറസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അത് ഹോസ്റ്റ് സെല്ലിൽ അകപ്പെട്ടതിന് ശേഷം സെല്ലിനെ വേഗം റാപ്പിഡ്ലി ഡിസ്ട്രോയ് ചെയ്യുകയും വേറെ പാത്തോജനിക് ആയിട്ടുള്ള ഡിസീസസ് പരത്തുകയാണ് വൈറസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നത് HIV വൈറസ് ആണ്. ഇനി ഈ താഴെ തന്ന ലെറ്റർ സെസസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കണം.